إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 169ാമത്തെ വചനത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദായ ശുഹദാക്കൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒന്നിച്ചതായ പ്രതിഫലമുണ്ട്. ഒരിക്കലും അവർ മരണപ്പെട്ടവരാണെന്നും നഷ്ടപ്പെട്ടവരാണെന്നും നിങ്ങൾ പറയാൻ പാടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഉന്നതമായ പ്രതിഫലം അതുപോലെ നൽകപ്പെടും എന്നാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ വലാ തഹ്സബന്നല്ലദീന ഖുതുലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട ഒരു കൂട്ടരെ കുറിച്ച് വലാ തഹ്സബന്ന, നിങ്ങൾ ഗണിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത്, അംവാതൻ, അവർ മരണപ്പെട്ടവരാണെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഗണിക്കാൻ പാടില്ല. ബൽ, പക്ഷേ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. ഇൻദ റബ്ബിഹിം, അവിടെ റബ്ബിങ്കൽ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകത്ത് അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. യുർസഖൂൻ, അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വചനത്തിലുണ്ട്, ഈ ശുഹദാക്കളുടെ ആ ആത്മാവുകളൊക്കെയും സ്വർഗത്തിലെ ഒരു പച്ചക്കിളിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ സ്വർഗത്തിൽ മുഴുവൻ അവർ പാറിപ്പറന്ന് നടക്കുകയും അവിടെ നിന്നും നല്ല വിശിഷ്ടമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, അർശിന്റെ താഴെയുള്ള ഒരു വിളക്ക് കൂടാരത്തിൽ അവർ കൂടുകെട്ടുകയും ചെയ്യും. അങ്ങനെ അവർ പരസ്പരം പറയും, എന്തൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു സൗഖ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് അവർ പറയും എന്നൊക്കെയാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. അത്രയും ഉന്നതമായ സ്വർഗീയ സുഖമാണ് അവർക്ക് ലഭിക്കുന്നത്. അതനുസ്മരിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്, ഒരിക്കലും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ മരണപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയവരെന്നോ, നുറുമ്പി മണ്ണായി പോയവരെന്നോ, നശിച്ചു പോയവരെന്നോ ഉദ്ദേശത്തിൽ നിങ്ങൾ മരണപ്പെട്ടവരെന്ന് പറയരുത്. അവർ ഐഹികമായ ലോകത്തും വിട പറഞ്ഞിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു. റബ്ബിങ്കൽ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗപ്രവേശനം സുനിശ്ചിതമായിരിക്കുന്നു, പ്രതിഫലം സുനിശ്ചിതമായിരിക്കുന്നു, അവർക്ക് ഏറ്റത്തെ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെയൊക്കെ അർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.